Hello friends, Agritech Farming YouTube channel പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ മുരിങ്ങ കായ്ക്ക് വേണ്ടിയിട്ട് വളർത്തുന്ന ഒരു മുരിങ്ങ ചെടിയാണ്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഈ കാണുന്നത് നമ്മുടെ ചെടി മുരിങ്ങ, അതായത് വലിയ ഉയരം വയ്ക്കാത്ത ഇത് കണ്ടോ, ഇതിൻ്റെ അടിഭാഗം വളരെ അടുത്താണ്. നമുക്ക് നിന്നിപ്പോൾ തന്നെ കയ്യിൽ കൊണ്ട് പറിക്കാവുന്ന അകലത്തിലാണ് ഇതിൻ്റെ കായ്കൾ ഉണ്ടാകുന്നത്. തുരുതുരാന്ന് കായ്കൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ നീളമൊന്നും വരില്ല. നമ്മുടെ ഒരു കയ്യിൻ്റെ മുട്ടോളം ഹൈറ്റ്, ഇത്രേ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് വരുള്ളൂ. അപ്പോൾ നമുക്ക് ധാരാളമായിട്ട് കായ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ കായ്ക്ക് വേണ്ടിയിട്ട് ഒരുവിധം എല്ലാ സമയത്തും ഇതിൽ കായ ഉണ്ടാവുന്നതുകൊണ്ട് നമ്മുടെ സാധാരണ നാടൻ മുരിങ്ങകളുടെ സീസൺ സമയത്ത് ഈ ഒരു സമയത്ത് നമ്മുടെ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെയാണ് കായ ഉണ്ടാവാറ്. പക്ഷേ ചില മുരിങ്ങയിൽ മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ ഒരുവിധം എല്ലാ സമയത്തും കായ ഉണ്ടാവാറുണ്ട്. ഒരു റൗണ്ട് പറിച്ചു കഴിഞ്ഞാൽ അടുത്ത കായ ഇടും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പെഷ്യൽ നമ്മുടെ കായ്ക്ക് വേണ്ടി മാത്രം വളർത്തുന്ന ഒരു മുരിങ്ങയാണ്. ഇതിൽ ഇല പ്രതീക്ഷിക്കരുത്. ഇലയുടെ അവസ്ഥ ഇപ്പോൾ കാണാണ്ടല്ലോ, ഇതാണ് ഇലയുടെ അവസ്ഥ. ഇലയൊന്നും കാര്യമായിട്ടുണ്ടാവില്ല, മൊത്തം മുട്ടയിൽ നിൽക്കുകയും എന്നാൽ ധാരാളം കായ്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ കായ്ക്ക് വേണ്ടിയിട്ട് വളർത്തുന്നത്. പ്രത്യേകിച്ച് ഇതൊക്കെ കൂടുതലും തമിഴ്നാട്ടിലൊക്കെയാണ് ഇതൊക്കെ കൃഷി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലും വളരും. ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലാണ് ഇപ്പോൾ ഈ ചെടി കാണുന്നത്. എല്ലാ ഭാഗത്തും നിറയെ കായകളാണ്. ഇതിപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ മുരട്. ഇതാ ഈ കാണുന്നത് ഒരു കഷ്ടിച്ചൊരു ആൾ ഉയരത്തിൽ നിന്ന് തന്നെ കായകൾ ഉണ്ടാകുന്നുണ്ട്. കായകൾ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. കായകൾ ഉണ്ടാകുന്നുണ്ട്. നിറയെ പൂവുകളും കാണുന്നത് കംപ്ലീറ്റ് പൂവുകളാണ്. എല്ലാ ഭാഗത്തും പൂട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് തന്നെ ഇത് കുഴിച്ചിട്ട് നമ്മൾ 6 മാസം കൊണ്ട് തന്നെ ഇതിൽ കായ പിടിക്കാൻ തുടങ്ങും. സാധാരണ നമ്മുടെ നാടൻ മുരിങ്ങയൊക്കെ നട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം പിടിക്കും അതിൽ കായ ഉണ്ടാവണമെങ്കിൽ. അപ്പോൾ ഞാനൊരു കുഴി പോലത്തെ സ്ഥലത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് കുറച്ച് ഹൈറ്റ് തോന്നുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മേലെ കയറി നിന്നിട്ട് എടുക്കുമ്പോൾ ഇതാണ് അവസ്ഥ. നമ്മൾ നിൽക്കുന്ന ഹൈറ്റിൽ തന്നെ നമുക്ക് മുരിങ്ങ പറിച്ചെടുക്കാം. നിൽക്കുന്ന നിപ്പിൽ പറിച്ചെടുക്കാൻ പറ്റുന്ന സംവിധാനമുള്ള ഒരു മുരിങ്ങയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മുരിങ്ങകൾ നമ്മൾ കായ്ക്ക് വേണ്ടിയിട്ടൊക്കെ വ്യാവസായികമായിട്ടൊക്കെ വളർത്തുന്നത് ഇത്തരത്തിലുള്ള മുരിങ്ങകളാണ്. ഇതിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. നമ്മളിപ്പോൾ ചെറിയൊരു കാനലുള്ള ഭാഗത്താണ് ഈ മുരിങ്ങ നിൽക്കുന്നത്. അതിൻ്റെ ചുറ്റിനും മരങ്ങളും കാര്യങ്ങളും മുകളിലായിട്ട് തെങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടടുത്ത് വാഴ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഇതിൽ നല്ല വിളവാണ് കിട്ടുന്നത്. അതായത് നമുക്ക് കാനലുള്ള പ്രദേശത്ത് പോലും ഇത് വളർത്തിയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ചെടി ഏതാണ്ടൊരു 4 വർഷത്തിലധികം പ്രായമുള്ള ചെടിയാണ്. ഇതിൻ്റെ വലിപ്പം കണ്ടല്ലോ. നമ്മുടെ നാടൻ മുരിങ്ങയൊക്കെ നടുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 4-5 വർഷം കൊണ്ട് ഈ കാണുന്ന ചീമക്കൊന്നയുടെ അത്രയൊക്കെ തന്നെ വണ്ണം വരും. ഈ കാണുന്ന അത്രയൊക്കെ വണ്ണം വരാറുണ്ട്. ഇത് ചീമക്കൊന്നയാണ്. ഏതാണ്ട് ഈ വണ്ണമൊക്കെ വരാറുണ്ട്. നമ്മുടെ നാടൻ മുരിങ്ങകൾ കേട്ടോ. ഈ ചെടി കണ്ടോ, 4 വർഷം കഴിഞ്ഞ് 5ാമത്തെ വർഷമൊക്കെയാണിത്. എന്നിട്ട് കൂടി 4 വർഷത്തിലൊക്കെ അധികം പഴക്കമുണ്ടാവും. 4-5 വർഷത്തിലൊക്കെ അധികം ചിലപ്പോൾ പഴക്കമുണ്ടാവും. അപ്പോൾ ഇത്രയും പ്രായമായിട്ട് കൂടി ഇതിൻ്റെ വലുപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. എല്ലാ ദിവസവും നമ്മൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ നമ്മൾ ചെറുകിട വ്യവസായങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൃത്യസമയത്ത് എത്താനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.